മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദാവീദ് രാജാവിൻ്റെ പാപം മൂലം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും രാജ്യത്തിലുമുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് സാമുവേലിൻ്റെ 2-ാം പുസ്തകം 13 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നതാണ് നാം ഇന്ന് വിലയിരുത്തുന്നത്. ദാവീദിൻ്റെ മകനായ അമ്നോൻ തൻ്റെ അർത്ഥ സഹോദരിയായ താമാറിനെ ബലാത്സംഗം ചെയ്തത്, അബ്ശലോം അമ്നോനെ കൊന്ന് അതിന് പ്രതികാരം ചെയ്തത്, സ്വന്തം പിതാവായ ദാവീദിന് എതിരെയുള്ള അബ്ശലോമിൻ്റെ കലാപം, ഒടുവിൽ ദാവീദിൻ്റെ അധികാരം പുനഃസ്ഥാപിക്കപ്പെടൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അമ്നോനും താമാറും സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 22 വരെ വാക്യങ്ങൾ. ദാവീദിൻ്റെ മൂത്ത മകനായ അമ്നോന് തൻ്റെ അർത്ഥ സഹോദരിയായ താമാറിനോട് പാപകരമായ അഭിനിവേശമുണ്ടായി. തൻ്റെ കാമവികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം അവൻ അവയെ വളരാൻ അനുവദിച്ചു. അവൻ്റെ കാമാഭിലാഷം സാധിക്കാൻ അമ്നോൻ്റെ കസിനും കൗശലക്കാരനുമായ യോനാദാബ് ഒരു വഞ്ചനാപരമായ പദ്ധതി നിർദ്ദേശിച്ചു. അസുഖമാണെന്ന് നടിക്കാനും തനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ താമാറിനെ അയക്കാൻ ആവശ്യപ്പെടാനും അവൻ അമ്നോനോട് പറഞ്ഞു. അമ്നോൻ ഈ വഞ്ചനാപരമായ ഉപദേശം സ്വീകരിച്ചു. തൻ്റെ മകൻ രോഗിയാണെന്ന് തെറ്റിദ്ധരിച്ച് ദാവീദ് രാജാവ് അവനെ സന്ദർശിച്ചപ്പോൾ താമാറിൻ്റെ സഹായം അവൻ അഭ്യർത്ഥിച്ചു. ഇതിന് പിന്നിലെ ദുഷ്ടലാക്കറിയാതെ ദാവീദ് അതിന് സമ്മതിച്ചു. പിതാവായ ദാവീദിൻ്റെ കൽപ്പന പ്രകാരം താമാർ അനുസരണയോടും നിഷ്കളങ്കതയോടും കൂടെ അവിടെ എത്തി. അവൾ അമ്നോന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി. എന്നാൽ അവൾ ഭക്ഷണം അവൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവൻ മറ്റുള്ളവരെ എല്ലാം മുറിക്ക് പുറത്താക്കി. തുടർന്ന് അവൻ അവളെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. താമാർ അവനെ തടഞ്ഞുകൊണ്ട് ഇപ്രകാരം അപേക്ഷിച്ചു: ഇല്ല സഹോദര, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ? വഷളത്വം പ്രവർത്തിക്കരുത്. സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ അവൻ അവളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവളെ നിഷ്കരുണം ബലാത്സംഗം ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം. ഇതിനുശേഷം അപ്രതീക്ഷിതമായ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. താമാറിനോട് അവനുണ്ടായിരുന്ന ആഗ്രഹം പെട്ടെന്ന് കഠിന വെറുപ്പായി മാറി. വാസ്തവത്തിൽ അവളോട് മുമ്പുണ്ടായിരുന്ന അനുരാഗത്തെക്കാൾ വലിയ വിദ്വേഷമാണ് അവന് അവളോട് തോന്നിയത് എന്ന് ബൈബിൾ പറയുന്നു. അവൻ അവളോട് എഴുന്നേറ്റ് പോവുക എന്ന് ആജ്ഞാപിച്ചു. തന്നെ പുറത്താക്കുന്നത് തന്നോട് അതുവരെ ചെയ്ത ക്രൂരതയേക്കാൾ വലിയ ദ്രോഹമാണെന്ന് വേദനയോടും അന്തസ്സോടും താമാർ മറുപടി നൽകി. അക്കാലത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ തിരസ്കരിക്കപ്പെടുകയല്ല, മറിച്ച് സംരക്ഷിക്കപ്പെടുകയാണ് പതിവ്. എന്നാൽ അമ്നോൻ അതിന് തയ്യാറായില്ല. അവൻ തൻ്റെ ദാസനെ വിളിച്ച് ഇവളെ എൻ്റെ മുൻപിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക എന്ന് ഉത്തരവിട്ടു. വേലക്കാരൻ താമാറിനെ പുറത്താക്കി വാതിൽ പൂട്ടി. കന്യകകളായ രാജകുമാരിമാരുടെ അന്തസ്സിൻ്റെയും പരിശുദ്ധിയുടെയും അടയാളമായ നീളൻ അങ്കി താമാർ ധരിച്ചിരുന്നു. പുറത്താക്കപ്പെട്ടപ്പോൾ തീവ്ര ദുഃഖത്തിൻ്റെ അടയാളമായി അവൾ ആ അങ്കി വലിച്ചു കീറി. വിലാപത്തിൻ്റെ അടയാളമായി അവൾ തൻ്റെ ശിരസിൽ ചാരം വിതറുകയും തലയിൽ കൈവച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് നടന്നു പോവുകയും ചെയ്തു. താമാറിനുണ്ടായ അത്യാഹിതം മനസ്സിലാക്കിയ അവളുടെ സഹോദരൻ അബ്ശലോം അവളെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് സംരക്ഷിച്ചു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ അമ്നോനെ വെറുത്തു തുടങ്ങി. ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ അത്യന്തം കോപിച്ചെങ്കിലും അദ്ദേഹം അമ്നോനെ ശിക്ഷിച്ചില്ല. നീതി നടപ്പാക്കപ്പെടാത്തതിനാൽ ആ കുടുംബത്തിനുള്ളിൽ വേദനയും പകയും വളർന്നുകൊണ്ടേയിരുന്നു. അടുത്തത് അബ്ശലോമിൻ്റെ പ്രതികാരവും നാടുകടത്തലും. സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 23 മുതൽ 39 വരെ വാക്യങ്ങൾ. തൻ്റെ സഹോദരി താമാറിനോട് ചെയ്ത ഭയാനകമായ അനീതിക്കെതിരെ അബ്ശലോം ഉടൻ പ്രതികരിച്ചില്ല. അവൻ മൗനം പാലിച്ചുകൊണ്ട് അമ്നോനോട് നല്ലതോ ചീത്തയോ സംസാരിച്ചില്ല. എങ്കിലും തൻ്റെ ഹൃദയത്തിൽ അവൻ ആ സഹോദരനെ ആഴമായി വെറുത്തു. സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം. 2 വർഷക്കാലം അവൻ ആ കോപം രഹസ്യമായി കൊണ്ടു നടന്നു. അങ്ങനെ പ്രതികാരദാഹം അവനിൽ വളർന്നു വന്നു. തുടർന്ന് അബ്ശലോം ബാൽ ഹസോറിൽ ആടുകളെ രോമം കത്തിരിച്ചിരുന്ന സമയത്ത് ഒരു വലിയ വിരുന്നൊരുക്കി. ഇസ്രായേലിൽ ഇത്തരം സന്ദർഭങ്ങൾ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സമയങ്ങളായിരുന്നു. അവൻ രാജാവിൻ്റെ എല്ലാ പുത്രന്മാരെയും ക്ഷണിക്കുകയും ദാവീദ് രാജാവിനോട് കൂടി വരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അബ്ശലോമിൻ്റെ നിർബന്ധമുണ്ടായിരുന്നിട്ടും ദാവീദ് ക്ഷണം നിരസിച്ചു. എന്നാൽ അമ്നോൻ ഉൾപ്പെടെയുള്ള തൻ്റെ പുത്രന്മാരെ പോകാൻ അനുവദിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 23 മുതൽ 27 വരെ വാക്യങ്ങൾ. അബ്ശലോം നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു.
അവൻ തൻ്റെ വേലക്കാരോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം. ഭയപ്പെടേണ്ട, ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത്. സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 28-ാം വാക്യം. വിരുന്നിനിടയിൽ അമ്നോൻ ആശ്വസിച്ചിരുന്ന സമയത്ത് അബ്ശലോമിൻ്റെ സേവകർ അവനെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 29-ാം വാക്യം. രാജാവിൻ്റെ മറ്റു പുത്രന്മാർ ഭയന്ന് ഓടി. വാർത്ത പെട്ടെന്ന് തന്നെ ദാവീദിൻ്റെ അടുത്തെത്തി. തൻ്റെ എല്ലാ പുത്രന്മാരും കൊല്ലപ്പെട്ടുവെന്നാണ് ആദ്യം അദ്ദേഹത്തിന് കിട്ടിയ വിവരം. വലിയ ദുഃഖത്തോടെ രാജാവ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. അധികം വൈകാതെ അമ്നോൻ മാത്രമാണ് മരിച്ചതെന്ന ശരിയായ വിവരം ലഭിച്ചു. എങ്കിലും ദാവീദ് തൻ്റെ മകനെ ഓർത്ത് അത്യധികം വിലപിച്ചു. ഈ പ്രതികാര നടപടിക്ക് ശേഷം അബ്ശലോം തൻ്റെ മുത്തച്ഛനായ തൽമയി രാജാവിൻ്റെ രാജ്യമായ ഗശൂരിലേക്ക് ഓടിപ്പോയി. അവിടെ അവൻ 3 വർഷം പ്രവാസിയായി കഴിഞ്ഞു. സാമുവേൽ 2-ാം പുസ്തകം 13-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ഈ സമയത്ത് ദാവീദ് അമ്നോനെ ഓർത്ത് ദുഃഖിക്കുന്നത് തുടർന്നെങ്കിലും ക്രമേണ അദ്ദേഹത്തിൻ്റെ ഹൃദയം അബ്ശലോമിന് വേണ്ടി തുടിക്കാൻ തുടങ്ങി. എങ്കിലും രാജകുടുംബത്തിലെ വേദനയും ഭിന്നതയും പരിഹരിക്കപ്പെടാതെ തുടർന്നു. ഇത് കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. യഹൂദ വീക്ഷണത്തിൽ വ്യക്തിപരമായ പ്രതികാരത്തിൻ്റെ അപകടത്തെയാണ് ഇത് കാണിക്കുന്നത്. അബ്ശലോമിൻ്റെ ദേഷ്യം സ്വാഭാവികമാണെങ്കിലും നിയമപരമായ നടപടികളിലൂടെയും ന്യായാധിപന്മാരിലൂടെയുമാണ് നീതി നടപ്പാക്കേണ്ടത്. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങൾ. അവൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച കോപം കൂടുതൽ പാപത്തിലേക്ക് നയിച്ചു. കത്തോലിക്ക വീക്ഷണത്തിൽ ഇത് പാപത്തിൻ്റെ ആവർത്തന ചക്രത്തെ വെളിപ്പെടുത്തുന്നു. അമ്നോൻ്റെ പാപം, അതിനെതിരെ നടപടിയെടുക്കുന്നതിൽ ദാവീദ് പരാജയപ്പെട്ടത്, അബ്ശലോമിൻ്റെ പ്രതികാരം, തുടർന്നുണ്ടായ കൊലപാതകം എന്നിവ അനുരഞ്ജനത്തിന് പകരം പ്രതികാരം വഴി കൂടുതൽ കഷ്ടപ്പാടുകളാണ് കൊണ്ടുവന്നത്. അടുത്തത് അബ്ശലോമിൻ്റെ മടക്കം. സാമുവേൽ 2-ാം പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 33 വരെ വാക്യങ്ങൾ. ഗശൂരിലെ 3 വർഷത്തെ പ്രവാസകാലത്ത് അബ്ശലോം തൻ്റെ പിതാവായ ദാവീദ് രാജാവിൽ നിന്ന് അകന്നുതന്നെ കഴിഞ്ഞു. ദാവീദ് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവനെ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം മുൻകൈ എടുത്തില്ല. ഈ പിരിമുറുക്കം കണ്ട ദാവീദിൻ്റെ സൈന്യാധിപനായ യോവാബ് അബ്ശലോമിനെ ജെറൂസലമിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് മുൻകൈ എടുത്തു. തെക്കോവായിൽ നിന്നുള്ള ബുദ്ധിമതിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു കഥ രാജാവിനോട് പറയാൻ യോവാബ് അവളെ ഏർപ്പാട് ചെയ്തു. തൻ്റെ 2 പുത്രന്മാർ തമ്മിൽ വഴക്കിടുകയും അതിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയും ചെയ്ത ഒരു വിധവയുടെ കഥയാണ് അവൾ പറഞ്ഞത്. ഇപ്പോൾ ബാക്കിയുള്ള മകനെ ശിക്ഷിക്കണമെന്ന് ജനം ആവശ്യപ്പെടുന്നുവെന്നും അത് തനിക്ക് അവകാശികളില്ലാത്ത അവസ്ഥയുണ്ടാക്കുമെന്നും അവൾ പറഞ്ഞു. ഈ കഥയിലൂടെ അവൾ ദാവീദിൻ്റെ കരുണയെയും നീതിബോധത്തെയും ഉണർത്തുകയും ജീവിച്ചിരിക്കുന്ന മകന് സംരക്ഷണം നൽകാമെന്ന് അദ്ദേഹത്തെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവൾ ഈ സന്ദേശം ദാവീദിനോട് തന്നെ സാമ്യപ്പെടുത്തി. പ്രവാസത്തിൽ കഴിയുന്ന സ്വന്തം മകനെ അദ്ദേഹം തിരിച്ച് കൊണ്ടുവരണമെന്ന് അവൾ തന്ത്രപൂർവ്വം സൂചിപ്പിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 14-ാം അധ്യായം 4 മുതൽ 20 വരെ വാക്യങ്ങൾ. ഈ പദ്ധതിക്ക് പിന്നിൽ യോവാബാണെന്ന് ദാവീദിന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം അത് സമ്മതിക്കുകയും അബ്ശലോമിനെ ജെറൂസലേമിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ആ അനുരഞ്ജനം പൂർണ്ണമായില്ല. ദാവീദ് കർശനമായ ഒരു ഉത്തരവ് നൽകി: അബ്ശലോമിന് മടങ്ങി വരാം, പക്ഷേ രാജസന്നിധിയിൽ അവൻ വരാൻ പാടില്ല. സാമുവേൽ 2-ാം പുസ്തകം 14-ാം അധ്യായം 24-ാം വാക്യം. അങ്ങനെ അബ്ശലോം തൻ്റെ പിതാവിനെ കാണാനാവാതെ 2 വർഷം ജെറൂസലേമിൽ കഴിഞ്ഞു. അവരുടെ ബന്ധം അങ്ങനെ അകൽച്ചയിൽ തുടർന്നു. അബ്ശലോം അസാധാരണ സൗന്ദര്യമുള്ളവനായാണ് വിവരിക്കപ്പെടുന്നത്. പാദം മുതൽ ശിരസ് വരെ യാതൊരു വൈകല്യവുമില്ലാത്ത അവനെപ്പോലെ സുന്ദരനായ മറ്റൊരാളും ഇസ്രായേലിൽ ഇല്ലായിരുന്നുവെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. അവൻ്റെ മുടി വളർന്ന് ഭാരമാകുന്നത് കൊണ്ട് വർഷത്തിലൊരിക്കൽ മുടി വെട്ടുമ്പോൾ കത്രിച്ച് കളയുന്ന മുടി രാജതൂക്കത്തിന് 200 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 14-ാം അധ്യായം 25-26 വാക്യങ്ങൾ. പുറമെ അവൻ പൂർണ്ണതയും മാതൃകാ പുരുഷനുമായി കാണപ്പെട്ടു. ഈ ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം അബ്ശലോമിൻ്റെ ഹൃദയം സമാധാനത്തിലായിരുന്നില്ല. പിതാവുമായുള്ള അകൽച്ചയും മുൻകാല സംഭവങ്ങളും അവനിൽ നീരസവും അധികാരമോഹവും വളർത്തി. സൈന്യാധിപനായ യോവാബ് തന്നെ സഹായിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അബ്ശലോം അവനെ വിളിച്ചു. പക്ഷേ യോവാബ് വരാൻ വിസമ്മതിച്ചു. യോവാബിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അബ്ശലോം തൻ്റെ വേലക്കാരോട് യോവാബിൻ്റെ വയലിന് തീയിടാൻ കൽപ്പിച്ചു.
ഇത് യോവാബിനെ അവൻ്റെ അടുത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചു. രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമൊരുക്കാൻ അബ്ശലോം യോവാബിനോട് ആവശ്യപ്പെട്ടു. താൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണെന്നും അനിശ്ചിതത്വത്തിൽ കഴിയുവാൻ തനിക്ക് ഇനിയും കഴിയില്ലെന്നും അവൻ പറഞ്ഞു. ഒടുവിൽ യോവാബ് അബ്ശലോമും ദാവീദും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കി. രാജാവ് തൻ്റെ മകനെ സ്വീകരിക്കുകയും അബ്ശലോം രാജാവിനെ വണങ്ങുകയും ചെയ്തു. ദാവീദ് അവനെ ചുംബിച്ചു. അവർ തമ്മിലുള്ള ബന്ധം പുറമെ പുനഃസ്ഥാപിക്കപ്പെട്ടു. സാമുവേൽ 2-ാം പുസ്തകം 14-ാം അധ്യായം 33-ാം വാക്യം. യഹൂദ വീക്ഷണത്തിൽ നീതിയെ കരുണയുമായി സന്തുലിതമാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. അബ്ശലോമിൻ്റെ മടക്കം ദാവീദ് അനുവദിച്ചെങ്കിലും പൂർണ്ണ അനുരഞ്ജനം നടപ്പിലാക്കിയില്ല. തെക്കോവയിലെ സ്ത്രീയുടെ ഉപമ കഥകളിലൂടെ സത്യത്തിലേക്ക് നയിക്കുന്ന യഹൂദ പ്രബോധന രീതിയെ ആണ് പ്രതിഫലിപ്പിക്കുന്നത്. കത്തോലിക്ക വീക്ഷണത്തിൽ യഥാർത്ഥ അനുരഞ്ജനത്തിന് പശ്ചാത്താപവും ആന്തരിക പരിവർത്തനവും ആവശ്യമാണെന്ന് ഈ ഭാഗം പഠിപ്പിക്കുന്നു. ദാവീദ് അബ്ശലോമിനെ സ്വീകരിച്ചെങ്കിലും ആ ബന്ധത്തിലെ മുറിവുകൾ പൂർണ്ണമായി ഭേദമായില്ല. ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, രൂപത്തിലേക്കല്ല എന്ന് അബ്ശലോമിൻ്റെ ബാഹ്യ സൗന്ദര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 സാമുവേൽ 16:7. അടുത്തത് അബ്ശലോമിൻ്റെ കലാപം. സാമുവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. ജെറുസലമിലേക്ക് മടങ്ങിയെത്തുകയും തൻ്റെ പിതാവായ ദാവീദ് രാജാവുമായി പുറമെ അനുരഞ്ജനത്തിലാവുകയും ചെയ്തതിന് ശേഷവും അബ്ശലോമിൻ്റെ ഉള്ളിലെ അധികാരമോഹം വളർന്നുകൊണ്ടേയിരുന്നു. അവൻ ബഹുമാനമുള്ളവനായും മാന്യനായും കാണപ്പെട്ടെങ്കിലും അവൻ്റെ താല്പര്യം അധികാരം പിടിച്ചെടുക്കുന്നതിലായിരുന്നു. അബ്ശലോം ഒരു രാജകീയ നേതാവിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. തനിക്ക് മുന്നിലായി ഓടാൻ ഒരു രഥവും കുതിരകളെയും 50 ആളുകളെയും അവൻ സജ്ജമാക്കി. ഇത് തൻ്റെ അധികാരവും പ്രാധാന്യവും പ്രകടിപ്പിക്കാനായിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. തുടർന്ന് അവൻ അതിരാവിലെ എഴുന്നേറ്റ് നഗര വാതിൽക്കലേക്കുള്ള വഴിയരികിൽ നിൽക്കുമായിരുന്നു. രാജാവിൽ നിന്ന് നീതി തേടി ആളുകൾ വരുന്ന സ്ഥലമായിരുന്നു അത്. ആരെങ്കിലും പരാതിയുമായി വരുമ്പോൾ അബ്ശലോം അവരെ അരികിലേക്ക് വിളിക്കുകയും ശ്രദ്ധാപൂർവം കേൾക്കുകയും സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവൻ അവരോട് പറയും, നിന്റെ കാര്യം വളരെ ന്യായമാണ്, പക്ഷെ നിന്റെ വ്യവഹാരം കേൾക്കാൻ രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ. സാമുവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 3-ാം വാക്യം. ഇപ്രകാരം ദാവീദ് നീതി നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്ന് അവൻ തന്ത്രപൂർവ്വം സൂചിപ്പിച്ചു. തുടർന്ന് അവൻ കൂട്ടിച്ചേർക്കും, ഞാനൊരു ന്യായാധിപനായിരുന്നെങ്കിൽ വഴക്കും വ്യവഹാരവുമുള്ള ആർക്കും എൻ്റെ അടുക്കൽ വരാമായിരുന്നു, ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യം. ആളുകൾ അവനെ വന്ദിക്കാൻ വരുമ്പോൾ അവൻ കൈനീട്ടി അവരെ ആശ്ലേഷിച്ച് ചുംബിച്ചു. അവരെ പ്രജകളായില്ല, മറിച്ച് സമന്മാരായാണ് അവൻ പരിഗണിച്ചത്. ദിവസവും ഇപ്രകാരം ചെയ്തുകൊണ്ട് അബ്ശലോം ക്രമേണ ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയം കവർന്നു. സാമുവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 5-6 വാക്യങ്ങൾ. കാരുണ്യമായും കരുതലായും ഒക്കെ പ്രകടിപ്പിച്ചവ യഥാർത്ഥത്തിൽ ജനപ്രീതി നേടാനും തൻ്റെ പിതാവിൻ്റെ അധികാരം ദുർബലപ്പെടുത്താനുമുള്ള കുതന്ത്രമായിരുന്നു. 4 വർഷം അപ്രകാരം അവൻ ജനപിന്തുണ വളർത്തിക്കൊണ്ടിരുന്നു. കർത്താവിനോട് താൻ നേർന്ന ഒരു നേർച്ച നിറവേറ്റാനാണെന്ന വ്യാജേന ഹെബ്രോണിലേക്ക് പോകാൻ അബ്ശലോം ദാവീദിനോട് അനുവാദം ചോദിച്ചു. അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാതെ ദാവീദ് അവനെ സമാധാനത്തോടെ പോകാൻ അനുവദിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങൾ. ഹെബ്രോണിലെത്തിയ ഉടൻ അബ്ശലോം ഇസ്രായേൽ ഗോത്രത്തിൽ ഉടനീളം രഹസ്യ ദൂതന്മാരെ അയച്ച് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, കാഹളം കേൾക്കുമ്പോൾ അബ്ശലോം ഹെബ്രോണിൽ രാജാവായിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുവേൻ. സാമുവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യം. അവൻ്റെ പദ്ധതിയെക്കുറിച്ച് അറിവില്ലാതിരുന്നവർ ഉൾപ്പെടെ അനേകം പേർ അവൻ്റെ ചുറ്റും ഒത്തുകൂടി. ദാവീദിൻ്റെ വിശ്വസ്ത ഉപദേശകരിൽ ഒരാളായ അഹിതോഫെൽ പോലും അബ്ശലോമിനോടൊപ്പം ചേർന്നു. അങ്ങനെ ഈ ഗൂഢാലോചന ശക്തമാവുകയും അബ്ശലോം തന്നെ രാജാവായി പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്രകാരം സ്വന്തം പിതാവിനെതിരെയുള്ള കലാപം ആരംഭിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 11 മുതൽ 12 വരെ വാക്യങ്ങൾ. അടുത്തത് ദാവീദിൻ്റെ ജെറുസലേമിൽ നിന്നുള്ള പലായനം. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 13 മുതൽ 16-ാം അധ്യായം 14 വരെ വാക്യങ്ങൾ. അബ്ശലോം ഇസ്രായേലിലെ അനേകരുടെ ഹൃദയം കവരുകയും സ്വയം രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്ന വാർത്ത ദാവീദ് രാജാവ് അറിഞ്ഞപ്പോൾ അപകടം ഗൗരവതരമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജെറുസലേമിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ
നഗരത്തിനുള്ളിൽ വെച്ച് യുദ്ധം വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പകരം അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് കൂടുതൽ വിവേകപൂർണവും സമാധാനപരവുമായ മാർഗമെന്ന് വിശ്വസിച്ച് അദ്ദേഹം പലായനം ചെയ്യാൻ തീരുമാനിച്ചു. സമൂയേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ദാവീദ് തൻ്റെ വീട്ടുകാരോടും വിശ്വസ്തരായ അനുഗാമികളോടുമൊപ്പം ജെറുസലേം വിട്ടു. അദ്ദേഹം പുറപ്പെട്ടപ്പോൾ അനേകം വിശ്വസ്തരായ വേലക്കാരും അർപ്പണബോധമുള്ള കൂട്ടാളികളും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. കിദ്രോൻ താഴ്വര കടന്ന് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ദാവീദ് നഗ്നപാതനായി കരഞ്ഞുകൊണ്ടാണ് നടന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഉച്ചത്തിൽ വിലപിച്ചു. രാജാവിനെ സംബന്ധിച്ചിടത്തോളം അത് അത്യന്തം ദുഃഖകരവും അപമാനകരവുമായ നിമിഷമായിരുന്നു. സമൂയേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 23-30 വാക്യങ്ങൾ. കർത്താവിൻ്റെ നിയമപേടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാരായ സാദോക്കും അബിയാതറും ദാവീദിനോടൊപ്പം വന്നിരുന്നു. എന്നാൽ നിയമപേടകം ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ദാവീദ് അവരോട് നിർദ്ദേശിച്ചു. വലിയ വിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. കർത്താവിൻ്റെ പ്രീതിക്ക് ഞാൻ പാത്രമായാൽ അവിടുന്ന് എന്നെ തിരികെ വരുത്തി അവിടുത്തെ പേടകവും കൂടാരവും കാണുവാൻ എനിക്ക് ഇടവരുത്തും. അവിടുന്ന് എന്നിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിക്കട്ടെ. സമൂയേൽ 2-ാം പുസ്തകം 15-ാം അധ്യായം 25-26 വാക്യങ്ങൾ. വിശുദ്ധ പേടകത്തെ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കാൻ വിസമ്മതിച്ചതിലൂടെ ദൈവഹിതത്തിലുള്ള തൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ദാവീദ് പ്രകടിപ്പിച്ചത്. യാത്ര തുടരുമ്പോൾ ദാവീദിന് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. സാവൂളിൻ്റെ ബന്ധുക്കളിൽ ഒരാളായ ശിമെയി പുറത്തു വന്ന് ദാവീദിനെ ശപിക്കാനും അദ്ദേഹത്തിന് നേരെ കല്ലും മണ്ണും എറിയാനും തുടങ്ങി. അദ്ദേഹം ദാവീദിനെ കുറ്റപ്പെടുത്തുകയും രക്തദാഹിയായി മനുഷ്യനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ശിമെയിയെ വകവരുത്താൻ ആഗ്രഹിച്ചെങ്കിലും ദാവീദ് അവരെ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നത് എങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും? കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. സമൂയേൽ 2-ാം പുസ്തകം 16-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. ഇപ്രകാരം പ്രതികാരം ചെയ്യാതെ ആ അപമാനം ദാവീദ് സ്വീകരിച്ചു. ആ വേദനാജനകമായ നിമിഷം പോലും ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒന്നായി അദ്ദേഹം കണ്ടു. തന്നെ പ്രതിരോധിക്കുന്നതിന് പകരം അദ്ദേഹം തൻ്റെ ആ പ്രതികൂല സാഹചര്യം കർത്താവിൽ ഭരമേൽപ്പിച്ചു. തൻ്റെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞകാല പാപങ്ങളുമായി ബന്ധപ്പെട്ടതാകാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവനീതിയെ അംഗീകരിക്കുന്ന ദാവീദിൻ്റെ വിനയത്തിനാണ് യഹൂദ വീക്ഷണം ഊന്നൽ നൽകുന്നത്. കത്തോലിക്ക വീക്ഷണത്തിൽ ഇത് ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു. ദാവീദ് അധികാരത്തെ മുറുകെ പിടിക്കുന്നില്ല, മറിച്ച് എല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിക്കുകയും പശ്ചാത്താപത്തോടെ കഷ്ടപ്പാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ പിതാവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് തിരസ്കരണവും കഷ്ടപ്പാടുകളും സഹിച്ച ക്രിസ്തുവിൻ്റെ മുൻരൂപമായി ക്രൈസ്തവർ ഇത് കാണുന്നു. കഠോര നിമിഷങ്ങളിൽ പോലും യഥാർത്ഥ ശക്തി വിനയത്തിലും ദൈവത്തിലുമുള്ള വിശ്വാസത്തിലുമാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തത് കലാപകാലത്തെ സംഘർഷങ്ങളും ഉപദേശങ്ങളും. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം മുതൽ 17-ാം അധ്യായം 29-ാം വാക്യം വരെ. ദാവീദ് ജെറുസലേമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ അബ്ശലോം നഗരത്തിൽ പ്രവേശിക്കുകയും രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. അക്കാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന അഹീഥോഫെലിൻ്റെ ഉപദേശങ്ങൾ അബ്ശലോമിന് തുണയായി ലഭിച്ചിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 16-ാം അധ്യായം 23-ാം വാക്യം. അഹീഥോഫെലിൻ്റെ ഉപദേശപ്രകാരം അബ്ശലോം തൻ്റെ പിതാവിൻ്റെ ഉപനാരിമാരുടെ അടുക്കൽ പരസ്യമായി പ്രവേശിച്ചു. ഇത് സിംഹാസനത്തിന്മേലുള്ള അവൻ്റെ അവകാശവാദത്തെ സൂചിപ്പിക്കുകയും ദാവീദിൻ്റെ പാപത്തിന് ശേഷം നൽകപ്പെട്ട മുന്നറിയിപ്പിൻ്റെ പൂർത്തീകരണമാവുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 16-ാം അധ്യായം 21-22 വാക്യങ്ങൾ, 12-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അതേസമയം ദാവീദിൻ്റെ വിശ്വസ്ത സുഹൃത്തായ ഹൂശായി അഹീഥോഫെലിന് വിരുദ്ധമായി രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ട് അബ്ശലോമിനോടൊപ്പം ചേർന്നു. ദാവീദിനെ ഉടൻ ആക്രമിക്കണമെന്ന് അഹീഥോഫെൽ ഉപദേശിച്ചെങ്കിലും കുറച്ചുകൂടി കാത്തിരിക്കാനും വലിയൊരു സൈന്യത്തെ ശേഖരിക്കാനും ഹൂശായി അവനെ പ്രേരിപ്പിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങൾ. അഹീഥോഫെലിൻ്റെ ഉപദേശത്തെ പരാജയപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്. സാമുവേൽ 2-ാം പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം. തുടർന്ന് ഹൂശായി ദാവീദിന് മുന്നറിയിപ്പ് നൽകുകയും അദ്ദേഹം വേഗത്തിൽ ജോർദാൻ നദി കടന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 17-ാം അധ്യായം 15 മുതൽ 22 വരെ വാക്യങ്ങൾ.
തൻ്റെ ഉപദേശം നിരസിക്കപ്പെട്ടുവെന്ന് കണ്ട അഹിതോഫെൽ നിരാശനായി സ്വഭവനത്തിലേക്ക് മടങ്ങി. കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയ ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 17-ാം അധ്യായം 23-ാം വാക്യം. മഹനീയമിലായിലെന്ന ദാവീദിന് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ സുഹൃത്തുക്കൾ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് പിന്തുണ നൽകി. പ്രവാസത്തിലും ദൈവം അദ്ദേഹത്തെ പരിപാലിക്കുന്നത് തുടരുന്നുവെന്ന് ഇത് കാണിക്കുന്നു. സാമുവേൽ 2-ാം പുസ്തകം 17-ാം അധ്യായം 27 മുതൽ 29 വരെ വാക്യങ്ങൾ. യഹൂദ വീക്ഷണത്തിൽ സംഭവങ്ങളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലാണെന്ന് ഇത് തെളിയിക്കുന്നു. എത്ര വലിയ ബുദ്ധിപൂർവകമായ പദ്ധതികളും ദൈവഹിതത്തിന് അനുസൃതമല്ലെങ്കിൽ പരാജയപ്പെടും. പ്രതിസന്ധികളിൽ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നു. അടുത്തത് അബ്ശലോമിൻ്റെ മരണം. സാമുവേൽ 2-ാം പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 33 വരെ വാക്യങ്ങൾ. ദാവീദും അബ്ശലോമും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ ദാവീദ് തൻ്റെ സൈന്യത്തെ സംഘടിപ്പിക്കുകയും യുദ്ധത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ സൈന്യത്തെ യോവാബ്, അബിശായി, ഇത്തായി എന്നിവരുടെ നേതൃത്വത്തിൽ വിഭജിച്ചു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദാവീദ് തൻ്റെ എല്ലാ സൈന്യാധിപന്മാർക്കും വ്യക്തവും കരുണ നിറഞ്ഞതുമായ ഒരു കൽപ്പന നൽകി. യുവാവായ അബ്സലോമിനോട് എന്നെ പ്രതി മയമായി പെരുമാറുക. സാമുവേൽ 2-ാം പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യം. അബ്സലോം തനിക്കെതിരെ കലാപം നടത്തിയെങ്കിലും ദാവീദ് അവനെ തൻ്റെ മകനായി സ്നേഹിച്ചിരുന്നു. എഫ്രൈം വനത്തിൽ വെച്ചാണ് യുദ്ധം നടന്നത്. ദാവീദിൻ്റെ സൈന്യം വിജയിക്കുകയും അബ്ശലോമിൻ്റെ സൈന്യം പരാജയപ്പെടുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ ആശയക്കുഴപ്പത്തിനിടയിൽ അബ്ശലോം തൻ്റെ കോവർ കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ മരത്തിന് അടിയിലൂടെ കടന്നുപോയി. അവൻ്റെ ശിരസിലെ നീണ്ട ഇടതൂർന്ന മുടി മരച്ചില്ലകളിൽ കുടുങ്ങി. കോവർ കഴുത മുന്നോട്ട് കുതിച്ചതിനാൽ അവൻ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ നിസ്സഹായനായി തൂങ്ങിക്കിടന്നു. സാമുവേൽ 2-ാം പുസ്തകം 18-ാം അധ്യായം 9-ാം വാക്യം. ഭടന്മാരിൽ ഒരാൾ ഇത് കാണുകയും യോവാബിനെ അറിയിക്കുകയും ചെയ്തു. രാജാവിൻ്റെ കൽപ്പനയോടുള്ള ബഹുമാനം കാരണം അബ്ശലോമിനെ ഉപദ്രവിക്കുവാൻ ആ മനുഷ്യൻ മടിച്ചെങ്കിലും യോവാബ് അത് വകവച്ചില്ല. ദാവീദിൻ്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം 3 കുന്തങ്ങൾ എടുത്ത് മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന അബ്ശലോമിൻ്റെ ഹൃദയത്തിൽ തറച്ചു. തുടർന്ന് യോവാബിൻ്റെ ആയുധവാഹകർ അബ്ശലോമിനെ വളയുകയും അവനെ പൂർണ്ണമായി വധിക്കുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 18-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അബ്ശലോമിൻ്റെ മരണശേഷം അവനെ വനത്തിലെ ഒരു കുഴിയിൽ എറിയുകയും വലിയൊരു കൽക്കൂമ്പാരം കൊണ്ട് മൂടുകയും ചെയ്തു. ഇതിനിടയിൽ ദൂതന്മാർ വാർത്ത അറിയിക്കാൻ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് ഓടി. തൻ്റെ സൈന്യം വിജയിച്ചുവെന്ന് കേട്ടപ്പോഴും ദാവീദിൻ്റെ ആദ്യത്തെ പ്രതികരണം വിജയത്തെക്കുറിച്ചല്ല, മറിച്ച് തൻ്റെ മകനെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 18 അധ്യായം 29-ാം വാക്യം. സത്യം വെളിപ്പെട്ടപ്പോൾ ദാവീദ് അതീവ ദുഃഖത്താൽ തകർന്നുപോയി. അദ്ദേഹം നഗര കവാടത്തിന് മുകളിലുള്ള മുറിയിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ മകനെ അബ്ശലോമേ, എൻ്റെ മകനെ അബ്ശലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം. അദ്ദേഹത്തിൻ്റെ സങ്കടം അത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു. അത് വിജയത്തിൻ്റെ സന്തോഷത്തെ സൈന്യം മുഴുവൻ്റെയും വിലാപമാക്കി മാറ്റി. യഹൂദ വീക്ഷണത്തിൽ ശരിയായ അധികാരിക്ക് നേരെയുള്ള കലാപത്തിൻ്റെ ഫലമാണ് അബ്ശലോമിൻ്റെ മരണം. അവൻ്റെ വീഴ്ച അഹങ്കാരത്തിൻ്റെ പതനത്തെ പ്രതീകപ്പെടുത്തുന്നു. കത്തോലിക്ക വീക്ഷണത്തിൽ ഈ സംഭവം ദൈവത്തിൻ്റെ നീതിയും മനുഷ്യ സ്നേഹത്തിൻ്റെ ആഴവും വെളിപ്പെടുത്തുന്നു. അബ്ശലോമിൻ്റെ മരണം അഹങ്കാരം, അധികാരമോഹം, കലാപം എന്നിവയുടെ ഫലമാണ്. പാപം നാശത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ ക്രമത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു ജീവിതത്തിൻ്റെ ദാരുണാന്ത്യത്തെ ഇത് കാണിക്കുന്നു. ദാവീദ് തൻ്റെ സ്വന്തം ഗോത്രമായ യൂദയിലെ ശ്രേഷ്ഠന്മാർക്ക് ഒരു സന്ദേശം അയച്ചു. തന്നെ തിരികെ കൊണ്ടുവരുന്നതിന് അവർ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ അബ്ശലോമിനെ പിന്തുണച്ചിരുന്ന അമാസിയെ യോവാബിന് പകരം സൈന്യാധിപനായി നിയമിച്ചുകൊണ്ട് അദ്ദേഹം കരുണയും വിവേകവും പ്രകടിപ്പിച്ചു. ഈ പ്രവൃത്തി യഹൂദ ജനതയുടെ ഹൃദയം കീഴടക്കാൻ സഹായിക്കുകയും ദാവീദിനെ മടങ്ങി വരാൻ അവർ ക്ഷണിക്കുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങൾ. ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്ന വഴിയിൽ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ നടന്നു. മുൻപ് ദാവീദിനെ ശപിച്ച ശിമെയി ഭയത്തോടെ മുന്നോട്ട് വരികയും മാപ്പിരക്കുകയും ചെയ്തു. ദാവീദ് അവനോട് കരുണ കാണിക്കുകയും അവൻ്റെ ജീവൻ നിലനിർത്തുകയും ചെയ്തു. സാമുവേൽ 2-ാം പുസ്തകം 19-ാം അധ്യായം 16 മുതൽ 23 വരെ വാക്യങ്ങൾ. യോനാഥാൻ്റെ മകനായ
മെഫീബോഷെത്തും ദാവീദിനെ കാണാൻ വരികയും തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുകയും ചെയ്തു. ഇത് കലാപകാലത്തുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായിച്ചു. സാമുവേൽ 2-ാം പുസ്തകം 19-ാം അധ്യായം 24 മുതൽ 30 വരെ വാക്യങ്ങൾ. പ്രവാസകാലത്ത് ദാവീദിനെ സഹായിച്ചിരുന്ന ബർസില്ലായി എന്ന വൃദ്ധനെ രാജാവ് ആദരിച്ചു. എന്നാൽ ജെറുസലമിലേക്ക് വരാനുള്ള ക്ഷണം അദ്ദേഹം വിനയപൂർവ്വം നിരസിക്കുകയും പകരം തൻ്റെ മകൻ കിംഹാമിനെ കൊണ്ടുപോകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. സാമുവേലിന്റെ 2-ാം പുസ്തകം 19-ാം അധ്യായം 31 മുതൽ 39 വരെ വാക്യങ്ങൾ. ഒടുവിൽ ദാവീദ് യോർദാൻ നദി കടന്ന് രാജാവായി ജെറുസലമിലേക്ക് മടങ്ങിയെത്തി. എങ്കിലും സമാധാനം പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. യൂദയ ഗോത്രവും മറ്റ് ഇസ്രായേൽ ഗോത്രങ്ങളും തമ്മിൽ തർക്കങ്ങൾ ഉടലെടുത്തു. രാജാവിനെ തിരികെ കൊണ്ടുവരുന്നതിൽ യൂദയ ഗോത്രം തിടുക്കം കാണിച്ചുവെന്നും അമിത ബഹുമാനം കാട്ടിയെന്നും ഇസ്രായേൽ പുരുഷന്മാർക്ക് തോന്നി. ജനങ്ങൾക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നുവെന്ന് ഈ തർക്കം വെളിപ്പെടുത്തി. സാമുവേൽ 2-ാം പുസ്തകം 19-ാം അധ്യായം 40 മുതൽ 43 വരെ വാക്യങ്ങൾ. യഹൂദ വീക്ഷണത്തിൽ നീതിയെ കരുണയുമായി സന്തുലിതമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും ജനങ്ങൾക്കിടയിലെ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെയുമാണ് ഇത് എടുത്തു കാണിക്കുന്നത്. കത്തോലിക്ക വീക്ഷണത്തിൽ ഇത് ക്ഷമയെയും അനുരഞ്ജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. യഥാർത്ഥ സമാധാനം ഉണ്ടാകണമെങ്കിൽ കേവലം ബാഹ്യമാറ്റങ്ങൾ പോരാ, മറിച്ച് ആന്തരിക പരിവർത്തനം കൂടി വേണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദാവീദിന്റെ മടക്കം കഷ്ടപ്പാടുകൾക്ക് ശേഷം ഭരിക്കുകയും യഥാർത്ഥ ഐക്യം കൊണ്ടുവരികയും ചെയ്യുന്ന ക്രിസ്തുവിനെ മുൻകൂട്ടി കാണിക്കുന്നു. നേതൃത്വത്തിന് കരുണയും വിനയവും വിവേകവും ആവശ്യമാണെന്നും സത്യസന്ധമായ അനുരഞ്ജനത്തിലൂടെ മാത്രമേ ശാശ്വത സമാധാനം ലഭിക്കൂവെന്നും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ നിന്നുള്ള സന്ദേശങ്ങൾ നോക്കാം. 1. പാപത്തിന് വ്യക്തികൾക്കപ്പുറവും അനന്തര ഫലങ്ങളുണ്ട്. ദാവീദിന്റെ പാപം വ്യക്തിപരമായി ഒതുങ്ങി നിന്നില്ല. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മുഴുവൻ രാജ്യത്തെയും ബാധിച്ചു. നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവരെ സ്വാധീനിക്കുന്നു. 2. നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ നാശത്തിലേക്ക് നയിക്കുന്നു. അമ്നോന്റെ കാമം അക്രമത്തിലേക്കും വെറുപ്പിലേക്കും മാറി. ആഗ്രഹങ്ങൾ ദൈവ നിയമത്താൽ നയിക്കപ്പെടാത്തപ്പോൾ അവ നമുക്ക് മറ്റുള്ളവർക്കും ദോഷം വരുത്തി വയ്ക്കും. 3. പരിഹരിക്കപ്പെടാത്ത അനീതി കൂടുതൽ പാപങ്ങൾ സൃഷ്ടിക്കുന്നു. തെറ്റുകളെ തിരുത്തുന്നതിൽ ദാവീദിനുണ്ടായ വീഴ്ച അബ്ശലോമിന്റെ പ്രതികാരത്തിലേക്കും വലിയ സംഘർഷത്തിലേക്കും നയിച്ചു. ധൈര്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി സംയോജിതമായി നാം നീതി നടപ്പിലാക്കണം. 4. കോപവും പ്രതികാരവും സമാധാനത്തെ നശിപ്പിക്കുന്നു. അബ്ശലോമിന്റെ ഉള്ളിലൊളിപ്പിച്ച ദേഷ്യം കൊലപാതകത്തിലേക്കും കലാപത്തിലേക്കും വളർന്നു. വിദ്വേഷം കൊണ്ടു നടക്കുന്നത് ആഴത്തിലുള്ള ഭിന്നതയ്ക്കും അനിഷ്ടഫലങ്ങൾക്കും കാരണമാകുന്നു. ക്ഷമയാണ് സൗഖ്യം നൽകുന്നത്. 5. ബാഹ്യരൂപം വഞ്ചനാപരമാകാം. അബ്ശലോം ബാഹ്യ പ്രശംസയ്ക്ക് അർഹമായെങ്കിലും അവൻ്റെ അഹങ്കാരവും അധികാരമോഹവുമാണ് അവനെ വഴിതെറ്റിച്ചത്. ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, പുറമേയുള്ള ഗുണങ്ങളിലേക്കല്ല എന്ന് നാം തിരിച്ചറിയണം. 6. അഹങ്കാരവും അധികാരമോഹവും തകർച്ചയിലേക്ക് നയിക്കുന്നു. അബ്ശലോം വഞ്ചനയിലൂടെ അധികാരം നേടിയെങ്കിലും എല്ലാം നഷ്ടപ്പെടുത്തി. യഥാർത്ഥ നേതൃത്വം വിനയത്തിലും സത്യത്തിലും സേവനത്തിലും അധിഷ്ഠിതമായിരിക്കണം. 7. വിനയവും ദൈവത്തിലുള്ള വിശ്വാസവും കരുത്ത് നൽകുന്നു. ദാവീദ് ദൈവഹിതത്തിൽ വിശ്വസിക്കുകയും കഷ്ടപ്പാടുകൾ സ്വീകരിക്കുകയും വിശുദ്ധമായ കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യാതിരിക്കുകയും ചെയ്തു. പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് ശക്തി നൽകുന്നത് ദൈവവിശ്വാസമാണ്. 8. പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ പരിപാലന പ്രവർത്തിക്കുന്നു. ദാവീദ് അപകടങ്ങളെ നേരിട്ടപ്പോഴും ആളുകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ദൈവം അദ്ദേഹത്തെ സംരക്ഷിച്ചു. പ്രയാസകരമായ സമയങ്ങളിലും ദൈവം തൻ്റെ ജനത്തെ കൈവിടാതെ നയിക്കുന്നു. 9. പരാജയങ്ങളിലും സ്നേഹം നിലനിൽക്കുന്നു. അബ്ശലോമിനെ കുറിച്ച് ചൊല്ലിയുള്ള ദാവീദിന്റെ വിലാപം തനിക്കെതിരെ ഉണ്ടായ മകന്റെ കലാപത്തിനിടയിലും ഒരു പിതാവിൻ്റെ സ്നേഹത്തെ കാണിക്കുന്നു. ഇത് പാപികളോടുള്ള ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അത് ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെടുന്നു. 10. യഥാർത്ഥ സമാധാനത്തിന് ആന്തരിക മാറ്റം ആവശ്യമാണ്. ദാവീദ് രാജാവായി തിരിച്ചെത്തിയെങ്കിലും ഭിന്നതകൾ ബാക്കിയായിരുന്നു. ബാഹ്യമായ പുനഃസ്ഥാപനം കൊണ്ട് മാത്രമല്ല, ഹൃദയമാറ്റത്തിലൂടെയും യഥാർത്ഥ അനുരഞ്ജനത്തിലൂടെയുമാണ് ശാശ്വതമായ സമാധാനം ലഭിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പാപം മൂലമുണ്ടാകുന്ന മുറിവുകൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. പ്രതികാരം ആഗ്രഹിക്കാതെ ക്ഷമിക്കാനും
അങ്ങയുടെ നീതിയിലും കരുണയിലും വിശ്വസിച്ച് നീതിയുള്ളവരായി ജീവിക്കാനും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുകയും ഭിന്നതയുള്ളിടത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ആമേൻ.